അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ മുഅ്മിനുൽ ജബ്ബാർ അൽ മുഹൈമിനുൽ വഫാർ വാഫിരി ദംബ് വഖാബിലി തൗബ ലഹുൽ കിതാബ് ഇലൈഹിൽ ഇയാബ് വഅലൈഹിൽ ഹിസാബ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضل له വമൻ യുضلل ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കാൽ നൂറ്റാണ്ട് മുമ്പ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലയാളത്തിൽ തുടക്കം കുറിക്കപ്പെട്ട സ്നേഹസംവാദം മാസികയുടെ ഒരു പുതിയ കാൽവെപ്പിന് സാക്ഷികളാകാനാണ് നാം ഈ സമയത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ അധ്യായങ്ങൾ എഴുതി ചേർത്തുകൊണ്ടാണ് സ്നേഹസംവാദം മാസിക അതിൻ്റെ ഒരു പുതിയ മുഖവുമായി ചുവടുവെപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വലിയ തോതിലുള്ള അധ്വാനങ്ങളാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ബജറ്റുകൾ വകയിരുത്തിക്കൊണ്ടാണ്
ഇസ്ലാം വിമർശകന്മാർ അവരുടെ പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാധുനികമായ സങ്കേതങ്ങളെയും സാങ്കേതിക വിദ്യകളെയും ഒക്കെ നിരന്തരമായ ഇസ്ലാം വിമർശനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നേരിട്ടുള്ള അനുഭവമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ സോഷ്യൽ മീഡിയയിൽ ഓരോ സെക്കൻഡുകളിലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ കടന്നു വരികയാണ്. പഴയ കാലങ്ങളിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പുലർത്തിയിരുന്ന സത്യസന്ധതകൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിരുന്ന തെറ്റായ ധാരണകളാണ് ഇസ്ലാം വിമർശനങ്ങൾ എന്ന പേരിൽ വെളിച്ചം കണ്ടിരുന്നതെങ്കിൽ സ്വാർത്ഥമായ പല താല്പര്യങ്ങളുടെയും പിന്നിൽ ഒളിച്ചിരുന്ന് വളരെ ബോധപൂർവം ഇസ്ലാമിനെ ആളുകളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടി വളരെ ബോധപൂർവം ഇസ്ലാമിനെ കുറിച്ച് ആളുകളുടെ മനസ്സുകൾക്കകത്ത് ഭീതി ജനിപ്പിക്കുന്നതിനു വേണ്ടി വ്യാജമാണ് എന്ന് തങ്ങൾക്ക് തന്നെയും 100% ഉറപ്പുള്ള അനേകം കാര്യങ്ങൾ സൈബർ ഇടങ്ങളിലൂടെ, ഇന്റർനെറ്റിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മുടെ നാടുകളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. സമുദായങ്ങൾക്കിടയിൽ വലിയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന്, മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ അകലങ്ങൾ ഉണ്ടാക്കുന്നതിന്, മതത്തിന്റെ പേരിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന വിധം വലിയ തോതിലുള്ള ശാസ്ത്രവും ജനിപ്പിക്കുന്നതിന് ഈ പ്രവർത്തനങ്ങൾ കാരണമായി തീരുന്നു എന്നത് നമ്മുടെ അനുഭവങ്ങളുടെ ഭാഗമാണ്. ഇത്തരമൊരു ഘട്ടത്തിലാണ് സ്നേഹസംവാദം അതിൻ്റെ കെട്ടും മട്ടും മാറി അതിൻ്റെ നിലപാടുകൾ 100% ഫലപ്രദമായ രീതിയിൽ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന വിധം ഒരു വെബ്സിൻ എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കേവർക്കും സ്നേഹസംവാദം മാസിക വളരെ കാലങ്ങളായി പരിചയമുള്ളൊരു പ്രസിദ്ധീകരണം. അത് നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരുന്നത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇസ്ലാമിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാനാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ടുണ്ടായ നിരന്തരമായ തെറ്റായ പ്രചരണങ്ങളുടെ വിശദീകരണം നൽകാനാണ്. അടിസ്ഥാന സ്രോതസ്സുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, പ്രമാണങ്ങളുടെ അകത്ത് നിന്നുകൊണ്ട് സത്യസന്ധമായി മലയാളി പ്രബുദ്ധ സമൂഹത്തോട് ഇസ്ലാം എന്താണ് എന്ന് പറയാനാണ് സ്നേഹസംവാദം മാസിക നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ തെറ്റായ രീതിയിലുള്ള ഒരു ചിത്രം മലയാള നാട്ടിൽ, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുണ്ടാകണം എന്ന് തീരുമാനിച്ചിട്ടുള്ളവർ ഓരോ സെക്കൻഡുകളിലും വലിയ വലിയ ഗവേഷണങ്ങൾ നടത്തി നിരന്തരമായ വിമർശനങ്ങൾക്ക് ഇസ്ലാമിനെയും അതിൻ്റെ പ്രമാണങ്ങളെയും അതിൻ്റെ പ്രവാചകനെയും അതിൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും എല്ലാം വിധേയമാക്കുന്ന
ഒരു സാഹചര്യത്തിൽ അതേ നാണയത്തിൽ വളരെ കൃത്യമായി അതിനെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് ഇത്തരം ഒരു രൂപമാറ്റത്തിലൂടെ നിർവഹിക്കപ്പെടണം എന്ന് സ്നേഹസംവാദം ആഗ്രഹിക്കുന്നത്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം കടന്നു വരുമ്പോൾ സ്നേഹസംവാദം മാസികയിലൂടെ പ്രമാണബദ്ധമായി അതിനെ പ്രതിരോധിക്കുന്നതിന് നമുക്കൊരു മാസത്തെ കാലതാമസമുണ്ടായിരുന്നു. പ്രസിദ്ധീകരണങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ, ലേഖനങ്ങളിലൂടെ എല്ലാം വിമർശിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഇസ്ലാം പുതിയ രൂപഭാവങ്ങളിൽ വിമർശനങ്ങൾ കടന്നു വരുമ്പോൾ അതേ രീതിയിൽ തന്നെ ആ വിമർശനങ്ങൾക്ക് മറുപടി നൽകാനും വിശദീകരണം നൽകാനും പരിശ്രമിക്കുകയാണ്. പലപ്പോഴും വിശദീകരണങ്ങൾ നൽകപ്പെടാതെ പോകുമ്പോൾ ഇസ്ലാമിനെ പോലെയുള്ള ഒരു മതത്തെ ഒരു ചെറിയ കാലയളവിലേക്കാണെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നതിൽ, അതിൽ നിന്ന് ഇസ്ലാമിനെ പോലെയുള്ള ഒരു പ്രകാശത്തെ ഊതിക്കെടുത്താം എന്ന് വിചാരിക്കുന്ന ആളുകൾ എത്ര വലിയ വിമർശനങ്ങൾ കടന്നു വന്നാലും അത് ഏതെല്ലാം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായാലും അതിനെല്ലാം കൃത്യമായ മറുപടി നൽകാനും വിശദീകരണം നൽകാനും കരുത്തുള്ള പ്രാപ്തമായ പ്രമാണങ്ങളാണ് പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇസ്ലാമിന്റെ ശത്രുവിന്റെ മുമ്പിലും ഇസ്ലാമിന്റെ മിത്രങ്ങളുടെ മുമ്പിലും ഇതെത്തുകയാണ്. അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലും അകന്നുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ മുമ്പിലും ഈ വിമർശനങ്ങൾ എത്തുകയാണ്. നിരന്തരമായി വിമർശിക്കുന്നതിലൂടെ ഇസ്ലാമിനോടുള്ള വിരോധങ്ങൾ മനുഷ്യരുടെ മനസ്സുകളിൽ ജനിപ്പിക്കുക മാത്രമല്ല, ഒരാൾ പോലും ഇസ്ലാമിനെ പറ്റി ചിന്തിക്കരുത് എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരാൾ പോലും ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുകയാണ്. ലോകത്തിന്റെ ചരിത്രത്തിൽ സത്യസന്ധമായി ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകൾ എല്ലാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വസ്തുനിഷ്ഠമായി ഇസ്ലാമിനെ പരിശോധിക്കാൻ അവർക്ക് അവസരം ലഭിച്ചാൽ, അന്ധമായ വിമർശനങ്ങൾക്കപ്പുറം യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാനുള്ള ഒരവസരം ലഭ്യമായാൽ ഇസ്ലാമിന്റെ വക്താക്കളായി മാറുന്നു എന്നതാണ് നാളിതുവരെയുള്ള ഇസ്ലാമിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വാർത്ത വായിക്കുന്ന ആളുകൾ ചാനലുകൾക്കകത്തിരുന്നു കൊണ്ട് വളരെ കൗതുകത്തോടുകൂടെ ചോദിക്കുന്നത്, വലിയ കാർക്കശ്യ ബുദ്ധിയോടുകൂടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാളെ, വലിയ വിരോധത്തോടുകൂടെ ഇസ്ലാമിനെ എതിർക്കുന്ന ഒരാളെ, അങ്ങേയറ്റത്തെ വിദ്വേഷത്തോടെ ശത്രുതയോടെ ഇസ്ലാമിനെ തകർക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരാളെ, അയാളുടെ മനസ്സിനെ കീഴടക്കാൻ മാത്രമുള്ള എന്തത്ഭുതമാണ് പരിശുദ്ധ ഖുർആനിന്റെ താളുകൾക്കകത്തുള്ളത്. ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് പുസ്തകങ്ങൾ എഴുതുന്ന ആളുകൾ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ശ്രദ്ധേയമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് വിഷമാണ് എന്നും വർത്തമാന ലോകത്തെ ബാധിച്ചിട്ടുള്ള രോഗത്തിന്റെ പേരാണ് ഇസ്ലാം എന്നും പറഞ്ഞ് വളരെ പരസ്യമായി ഒരു പ്രബുദ്ധ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഇസ്ലാമിനെ നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരുന്ന ഒരാൾ, ആ വിമർശനങ്ങളുടെ സാക്ഷാത്കാരം എന്ന നിലയ്ക്ക് ഒരു പുസ്തകം എഴുതാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. ഇതെല്ലാ ഇസ്ലാം വിമർശകന്മാരും അറിയണം. എന്തുകൊണ്ടാണ്
ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്കിത് ചോദിക്കാൻ കഴിയണം. വലിയ എതിർപ്പോടുകൂടെ ഇസ്ലാമിനോട് അകന്നു നിൽക്കുന്ന എല്ലാവരുടെയും കാതുകളിൽ ഇതെത്തണം. പരിശുദ്ധ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് വേണ്ടി ഗ്രന്ഥമെഴുതുമ്പോൾ, പുസ്തകമെഴുതുമ്പോൾ, ആ ഗ്രന്ഥരചന അദ്ദേഹത്തിന്റെ പുസ്തകമെടുത്ത് ഒരു പകുതി പിന്നിടുമ്പോൾ, ഇസ്ലാം വിമർശനത്തിന് വേണ്ടി എഴുതുന്ന തന്റെ ഗ്രന്ഥരചനയുടെ പകുതി ഭാഗം എഴുതി പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൽ മനംമാറ്റം ഉണ്ടാകുന്നു. ഇസ്ലാമിനോടുള്ള സമീപനത്തിൽ അദ്ദേഹത്തിന് മാറ്റമുണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിനകത്തെ ശത്രുത മാറുന്നു എന്നല്ല ഞാൻ പറയുന്നത്. വളരെ പരസ്യമായി ലോകത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഇത് കേരളത്തിലെ മുഴുവൻ യുക്തിവാദികളോടും നമ്മൾ പറയണം. എല്ലാ നിരീശ്വരവാദികളോടും ഭൗതികവാദികളോടും ഇസ്ലാം വിമർശകന്മാരോടും മലയാളത്തിലെ ഇസ്ലാമിന്റെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് തങ്ങളുടെ പേനയിലൂടെ, നാവിലൂടെ നിരന്തരമായി ഇസ്ലാമിനെ ആക്രമിക്കുന്ന മുഴുവൻ ആളുകളോടും വളരെ ആത്മാർത്ഥമായി നമ്മളിത് പങ്കുവെക്കണം. എത്ര വലിയ ശത്രുവും, ഏത് കൊടിയ ശത്രുവും ഇസ്ലാമിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് ശാന്തമായി ഇസ്ലാമിനെ അയാൾ വായിക്കുമ്പോൾ, വളരെ സമാധാനത്തോടുകൂടെ ഇസ്ലാമിനെ ഒരാൾ പരിശോധിച്ചാൽ, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് അകത്ത് മനസാന്നിധ്യത്തോടുകൂടെ ഒരു മനുഷ്യൻ ആ പ്രമാണങ്ങളുടെ മുമ്പിലിരുന്നാൽ അയാളുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യരുടെ മനസ്സുകൾക്കകത്ത് കൊടുങ്കാറ്റുണ്ടാകുന്നു. പതിറ്റാണ്ടുകളോളമായി തങ്ങളുടെ മനസ്സുകളിൽ കാത്തു സൂക്ഷിച്ചിരുന്ന വിരോധത്തിന്റെ, വിദ്വേഷത്തിന്റെ, അറപ്പിന്റെ, വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ എല്ലാം വലിയ ഭാണ്ഡങ്ങൾ അതെടുത്ത് വലിച്ചെറിയുന്നു എന്ന് മാത്രമല്ല, ഞാനൊരു മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. കേവലമായൊരു മുസ്ലിം അല്ല, എന്റെ ബാക്കി ജീവിതം എന്ന് പറയുന്നത് ഞാൻ എത്ര വെറുത്തുവോ അതിനേക്കാളേറെ എനിക്ക് സ്നേഹിക്കാനുള്ളതാണ് ഈ മതത്തെ. എന്റെ ബാക്കിയുള്ള ആയുഷ്കാലം എന്ന് പറയുന്നത് ഞാൻ എത്ര അധ്വാനിച്ചുവോ ഇതിനെ തകർക്കുന്നതിനു വേണ്ടി, ഇതിനെ പ്രചരിപ്പിക്കാനാണ് എന്റെ ബാക്കി ആയുഷ്കാലം എന്ന് പറയുന്നത്. ഞാൻ ഇനി പേനയെടുക്കുന്നുവെങ്കിൽ അത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ ഇനി എഴുതുന്നുവെങ്കിൽ അത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് വേണ്ടി പകുതിയോളം എഴുതി പൂർത്തിയാക്കിയ എന്റെ ഗ്രന്ഥത്തെ ഞാൻ വലിച്ചു കീറി ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്നു. ഞാൻ എന്റെ പേന കൊണ്ട്, എന്റെ കൈകളെ കൊണ്ട് ഇനിയും ഒരു പുസ്തകം എഴുതും. ആ പുസ്തകം ഇസ്ലാമിനെ ലോകത്തിന് പരിചയപ്പെടുത്താനുള്ളതാണ്, ഇസ്ലാമിലേക്ക് ലോകത്തെ ക്ഷണിക്കാനുള്ളതാണ്. ഇങ്ങനെ പറയാൻ ആളുകളെ പ്രേരിപ്പിക്കുമാറ് എന്തത്ഭുതമാണ് പരിശുദ്ധ ഖുർആനിനകത്തുള്ളതെന്ന്. ഇങ്ങനെ ഒരാളെ സ്വാധീനിക്കാൻ മാത്രമുള്ള, എത്ര വെറുപ്പുള്ളവനെയും അനുയായിയാക്കി പരിവർത്തിപ്പിക്കാൻ മാത്രമുള്ള, ഇതിന്റെ പ്രചാരകനാക്കി പരിവർത്തിപ്പിക്കാൻ മാത്രമുള്ള എന്ത് ദിവ്യാത്ഭുതങ്ങളാണ് ഈ ഗ്രന്ഥത്തിനകത്തുള്ളതെന്ന്, ഈ മതത്തിനകത്തുള്ളതെന്ന് വലിയ അത്ഭുതത്തോടുകൂടെയാണ് ലോകം ചോദിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് നിർവഹിക്കാനുള്ള ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് ഉള്ള മാർഗമാണ് നമുക്ക് സ്നേഹസംവാദം മാസിക. നിരന്തരമായി കേരളത്തിൽ അത് നിർവഹിക്കപ്പെട്ടു പോന്നു. അത് പുതിയ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഓരോ സെക്കൻഡുകളിലും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ഇടപെടുകയാണ്. നിമിഷാർദ്ധങ്ങളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഏത് വിമർശനങ്ങളെയും അതിശക്തമായി പ്രതിരോധിക്കുന്നതിന്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന്, വസ്തുതകൾ എന്താണ് എന്ന് വിശദീകരിക്കുന്നതിനാണ് വെബ്സിൻ എന്ന പേരിൽ സ്നേഹസംവാദം നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. വെബ്സിൻ കടന്നു വരുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ പ്രസിദ്ധീകരണങ്ങൾക്ക്, വാരികകൾക്ക്, മാസികകൾക്ക് അതിൻ്റെയൊക്കെ ഓൺലൈൻ പതിപ്പുകളുണ്ട്. നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഏത് പ്രസിദ്ധീകരണങ്ങൾക്കും ഓൺലൈൻ പതിപ്പുകളുണ്ട്. സ്നേഹസംവാദം മാസികയുടെ ഓൺലൈൻ പതിപ്പ് എന്ന നിലക്കല്ല ഈ പറയുന്നത്. സ്നേഹസംവാദം മാസിക അത് പരിപൂർണമായി വെബ്സിൻ എന്നൊരു രൂപത്തിലേക്ക് മാറുകയാണ്. നിരന്തരമായി നമുക്ക് ഇടപെടാവുന്ന, നമുക്ക് വായിക്കാവുന്ന, ഏത് വിമർശനങ്ങൾ കടന്നു വന്നാലും, ഏത് ആശയങ്ങൾ കടന്നു വന്നാലും ആ രംഗത്തെല്ലാമുള്ള ഇസ്ലാമികമായ നിലപാടുകൾ 24 മണിക്കൂറും ഓരോ ദിവസവും നമുക്ക് കൃത്യമായി വിശദീകരിക്കാവുന്ന, ആർക്കും അവരുടെ വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിക്കാവുന്ന,
ഇസ്ലാമുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ഏത് ചോദ്യങ്ങളും ചോദിക്കാവുന്ന, അതിന് വിശദീകരണങ്ങൾ നൽകാവുന്ന, 24 മണിക്കൂറും ലൈവായി കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവരെയും സ്വാധീനിക്കാൻ കഴിയുന്ന വിധം ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് ഇടപെടാൻ പോകുന്ന ഒന്നായി സ്നേഹസംവാദം മാസിക മാറുകയാണ്. നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഔപചാരികമായ അല്ലെങ്കിൽ ഔദ്യോഗികമായ ലോഞ്ചിങ് ഇവിടെ നിർവഹിക്കപ്പെടുന്നതോടുകൂടെ അതിൻ്റെ വരിക്കാരാവണം. നമ്മുടെ പരിചയങ്ങളിലുള്ള, നമ്മുടെ കുടുംബങ്ങളിലുള്ള, സുഹൃത്ത് ബന്ധങ്ങളിലുള്ള, നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന, ഇസ്ലാമിനെ അറിയാൻ ആഗ്രഹിക്കുന്ന, ഇസ്ലാമിനെ പഠിച്ചിട്ടില്ലാത്ത, ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നാലും ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുള്ള ആളുകൾ ഈ വെബ്സിന്റെ വരിക്കാരാകുന്നു എന്നുറപ്പുവരുത്തണം. അത് സാമ്പത്തികമായ ചെലവുള്ളതല്ല. 1 ലക്ഷത്തോളം വരുന്ന ആളുകൾ മാർച്ച് മാസത്തിലാണ് പരിപൂർണമായ രൂപങ്ങളോടുകൂടെ വെബ്സിൻ, സ്നേഹസംവാദം വെബ്സിൻ പ്രത്യക്ഷപ്പെടുക. സബ്സ്ക്രിപ്ഷനാണ് ഇൻഷാ അല്ലാഹ് മാർച്ച് വരെയുള്ള ഈ ഒരു കാലയളവിൽ നടക്കുന്നത്. 1 ലക്ഷത്തോളം ആളുകൾക്ക് സൗജന്യമായി അതിൻ്റെ വരിക്കാരാകാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹസംവാദം.org എന്ന വെബ്സൈറ്റിൽ നിന്ന് നമുക്കതിൻ്റെ വരിക്കാരാകാൻ കഴിയും. നമ്മൾ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം നമ്മളിലൂടെ നമ്മുടെ നാട് മുഴുവൻ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഇസ്ലാമിക പ്രബോധക സംരംഭമാക്കി നമുക്കതിനെ മാറ്റാൻ കഴിയണം. കേരളത്തിൽ ആരിൽ നിന്ന് ഏത് തരത്തിലുള്ള ഇസ്ലാമിനെ പറ്റിയുള്ള വിമർശനങ്ങൾ കടന്നു വന്നാലും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ നിമിഷത്തിൽ തന്നെ അതിശക്തമായി അതിനെ പ്രതിരോധിക്കാനുള്ള വലിയൊരു ആയുധമായി കേരളത്തിലെ മുസ്ലിങ്ങളുടെ കൈകളിലുള്ള പ്രബോധന പ്രവർത്തന രംഗത്തുള്ള ഒരു വലിയ മാധ്യമമായി, മാർഗമായി നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും. നമുക്കതിന് കഴിയണം, അതിന് പരിശ്രമിക്കണം എന്ന് മാത്രം വളരെ വിനീതമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ നമ്മുടെ സ്നേഹസംവാദം മാസികയുടെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായി തന്നെ അറിവുകേടിന്റെ ഉന്മാദമാണ് ഭൗതികവാദം എന്ന വിഷയത്തിലുള്ള ഒരു ഡയലോഗ് കൂടെ, ഒരു സംവാദം കൂടെ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. യുക്തിവാദികളാണ് കേരളത്തിൽ ഇന്ന്. അതൊരു വസ്തുതയാണ്, നമ്മളതിനെ നിഷേധിക്കേണ്ടതില്ല. അവർ നിരന്തരമായി എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഇസ്ലാമിക വിശ്വാസങ്ങളെ, ഇസ്ലാമിൻ്റെ ആചാരങ്ങളെ, ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങളെ, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാം നിരന്തരമായി അറ്റാക്ക് ചെയ്യുകയാണ്. ആ വിഷയം വളരെ കൃത്യമായി എന്താണ് ഭൗതികവാദമെന്ന്, എങ്ങനെയാണ്, എന്തിൻ്റെ അടിത്തറയിലാണ് ശാസ്ത്രീയമായ കവചങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഈ ഭൗതികവാദം, എന്തിൻ്റെ അടിത്തറയിലാണ് അത് നിലനിൽക്കുന്നതെന്ന്, ഇസ്ലാമിനെ പോലെയുള്ള ഒരു മതത്തോട് ആശയപരമായി ഏറ്റുമുട്ടാൻ മാത്രമുള്ള എന്ത് സാധ്യതകളാണ് ഭൗതികവാദത്തിൻ്റെ കയ്യിലുള്ളതെന്ന് വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്, പരിശോധിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ, ഈ വിഷയാവതരണത്തിൽ തുടർന്ന് നടക്കുന്ന ഡയലോഗിൽ, നമ്മുടെ വെബ്സിൻ്റെ ലോഞ്ചിങ്ങിൽ എല്ലാം നിങ്ങളുടെ വളരെ സജീവമായ സഹകരണങ്ങളും പങ്കാളിത്തവും തുടർന്ന് അങ്ങോട്ടുള്ള സ്നേഹസംവാദം മാസികയുടെ വെബ്സിൻ എന്ന നിലക്കുള്ള പ്രചാരണത്തിലും നിങ്ങളുടെ സജീവമായ സഹകരണങ്ങളും പങ്കാളിത്തങ്ങളും ഉണ്ടാകണേ എന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.